പ്രിയമുള്ളവരെ, നമ്മുടെ മാത്സ് ഒളിമ്പ്യാഡിൻ്റെ റിസൾട്ട് വന്നു. മാത്സ് ഒളിമ്പ്യാഡിൻ്റെ രണ്ടാം ഘട്ടമായിട്ടുള്ള ഇൻ്റർനാഷണൽ മാത്സ് ഒളിമ്പ്യാഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ കേരളത്തിൽ നിന്ന് 37 കുട്ടികൾ ക്വാളിഫൈഡ് ആയപ്പോൾ അതിൽ 30 കുട്ടികളും പാലാ ബ്രില്യൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ്. ഈ 30 കുട്ടികളും നമ്മുടെ ഇവിടുത്തെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് വന്നവർ തന്നെയാണ്. അപ്പം മാത്സ് ഒളിമ്പ്യാഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരൊറ്റ സിലബസിൽ പരീക്ഷ എഴുതി ആണ് ഇതുപോലത്തെ ഏറ്റവും നല്ല മിന്നുന്ന വിജയം കരസ്ഥമാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വിജയം കരസ്ഥമാക്കിയ എല്ലാ പ്രിയ കുട്ടികൾക്കും ബ്രില്യൻറ്റ് ഫാമിലിയുടെ പേരിൽ പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഓരോ വർഷവും നമുക്ക് ഇതിനേക്കാൾ നല്ല റിസൾട്ടോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ സയൻസിൽ അല്ലെങ്കിൽ മാത്സിൽ ഒക്കെ നല്ല നല്ല അടിത്തറകൾ അല്ലെങ്കിൽ സയൻസിലും മാത്സിലും കൂടുതൽ ഇൻട്രസ്റ്റോടു കൂടി പഠിച്ച് മുന്നേറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പാലാ ബ്രില്യൻറ്റിൻ്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ ഈ വർഷം 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ അടുത്ത വർഷം 6ാം ക്ലാസ്സിലേക്ക് വരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു കറൻറ്റ് ഇയറിൽ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇപ്പോൾ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നത്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമുക്ക് സ്കോളർഷിപ്പോട് കൂടിയാണ് നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ജനുവരി 26 തീയതി കേരളത്തിലെ വിവിധ സെൻറ്ററുകളിലും അതുപോലെ ദുബായിൽ ഒക്കെ വെച്ച് നമ്മൾ ഓഫ്ലൈനായിട്ട് പരീക്ഷകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ പരീക്ഷ എഴുതുന്ന അതിൽ സെലക്ഷൻ കിട്ടുന്ന ടോപ്പായിട്ട് വരുന്ന എല്ലാ കുട്ടികൾക്കും വളരെ വലിയൊരു സ്കോളർഷിപ്പാണ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓഫ്ലൈനായിട്ട് എഴുതാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എഴുതാനുള്ള സൗകര്യം ജനുവരി 26 നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യുക. കാരണം അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ഈ ജനുവരി 26 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇപ്പോൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റുകളും എഴുതി നമ്മൾ ഓരോ സബ്ജക്റ്റിൽ നമ്മൾ എത്രത്തോളം അടിത്തറ പാകിയാണ് മുന്നോട്ട് പോകേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മകൾ എവിടെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി 26 അതായത് ഫൈനൽ ടെസ്റ്റിൽ ഏറ്റവും നല്ലൊരു വിജയം കരസ്ഥമാക്കി തന്നെ നമുക്ക് പോകാൻ സാധിക്കും. അപ്പോൾ മക്കളെ, നമ്മൾ ഇതുപോലത്തെ നാൾക്ക് നാൾ കഴിയും തോറും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഇതുപോലത്തെ പല പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾ നമ്മുടെ മുന്നിൽ വരുന്നു. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ ഇതുപോലെ നേരത്തെ തന്നെ തുടങ്ങണം. അപ്പോൾ നിങ്ങൾക്കുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു. നമുക്ക് ജനുവരി 26 തീയതിയാണ് നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് വരിക. അപ്പം നിങ്ങൾ ഇന്ന് തന്നെ കയറി brilliantpala.org എന്ന് പറയുന്ന സൈറ്റിൽ ഇന്ന് തന്നെ കയറി അപ്ലൈ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.